ഉള്ളേരി മലബാർ മെഡിക്കൽ കോളേജിൽ ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ചതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുത്തിയിരിപ്പ് സമരം 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സെപ്റ്റംബർ 13-നാണ് ഏകരൂർ ഉണ്ണിക്കുളം സ്വദേശികളായ അശ്വതിയും കുഞ്ഞും ഗർഭാശയം തകർന്നു മരിച്ചത്. പോലീസും ആരോഗ്യവകുപ്പും നടത്തുന്ന അന്വേഷണങ്ങൾ തൃപ്തികരമല്ലെന്ന് അശ്വതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. അരുൺ നമുക്കൊപ്പം ചേരുന്നു. അശ്വതിയുടെ സഹോദരനാണ് തത്സമയം. അരുൺ, നമസ്കാരം. അരുൺ, എപ്പോഴാണ് സഹോദരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്? എന്താണ് സംഭവിച്ചത് അരുൺ? സർ, MMC ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി ആണ് അശ്വതിയും ഭർത്താവും പോകുന്നത് സെപ്റ്റംബർ 7-ാം തീയതി. ആ സമയത്ത് അവരെ പെട്ടെന്ന് തന്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ പ്രജിഷ മേഡാണ് അവിടുത്തെ പ്രൊഫസർ. അവിടെ അഡ്മിറ്റ് ചെയ്യാനാണ് നിർദ്ദേശിച്ചത്. അഡ്മിറ്റ് ചെയ്തു. അന്നവിടെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം 8-ാം തീയതി 9-ാം തീയതിയും കഴിഞ്ഞതിന് ശേഷം ചൊവ്വാഴ്ച 10-ാം തീയതി നമുക്ക് സിസേറിയനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ചൊവ്വാഴ്ച നമുക്ക് വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തതിന് ശേഷം അതിനെപ്പറ്റി ആലോചിക്കാമെന്നാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കുകയും വേദന അനുഭവപ്പെടാതിരുന്ന സമയത്ത് അന്ന് വൈകുന്നേരം റൗണ്ട്സിന് വന്ന് സമയത്ത് നമുക്ക് വീണ്ടും ബുധനാഴ്ച വീണ്ടും മരുന്ന് കുറച്ച് ഡോസ് കൂട്ടി കൊടുക്കാം എന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച മരുന്ന് കൊടുത്തു. ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോഴത്തേക്കും വേദന കൂടി വന്നു. അപ്പോൾ അന്ന് വൈകുന്നേരം സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നടന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് ഡോക്ടർ വൈകുന്നേരം റൗണ്ട്സ് കഴിഞ്ഞ് വന്നു. ആ സമയത്തും സിസേറിയൻ ചെയ്യാൻ തയ്യാറായില്ല. എന്തായാലും രാത്രി 11 മണിയോടുകൂടി 10 മണിയോടുകൂടി സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് മുന്നേ ഒരു വൈകുന്നേരമൊക്കെ അവിടെ 2-3 സിസേറിയൻ നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് പുലർച്ചെ ഒരു 3 മണി വരെയൊക്കെ ഭർത്താവിനോടും ഭർത്താവിൻ്റെ അമ്മയും അശ്വതിയുടെ അമ്മയും ഒക്കെ അവിടെ ഉണ്ട്. അവരോട് പറഞ്ഞത് 3 മണി വരെ അശ്വതിയുടെ അമ്മ അവരെ കൂടെ തന്നെ ലെവർ റൂമിലുണ്ട്. അപ്പോഴൊക്കെ പറയുന്നത് കുട്ടി നല്ല രീതിയിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അത് കഴിയാണ് പെട്ടെന്ന് ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇത് മാറി മറിയുന്നത്. അവിടെ ഞങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നീട് ആ കുട്ടി വേദനപ്പെട്ട് അവിടെ ആ സമയത്ത് കൃത്യമായിട്ട് ഡോക്ടർമാരാരും ഇല്ലാത്ത അവസ്ഥ ഉണ്ട്. അവിടുന്ന് സ്ട്രക്ചറിന് വീഴാനുള്ള ഒരു സാഹചര്യം അവിടുന്ന് തന്നെ നമുക്കറിയാൻ അതിന് തെളിവ് കാര്യങ്ങളില്ല. അതിനുശേഷം ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച സമയത്ത് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും പോലീസിനോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു CCTV ദൃശ്യങ്ങൾ എടുക്കണം, അവിടെ ലൈറ്റ് ഓഫ് ചെയ്യുക ആ സമയത്ത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ചെയ്തിട്ടില്ല. ഈ 2 ദിവസം 2-ാം ദിവസം അത്രയ്ക്കും വേദന പെട്ട സമയത്ത് ആ സമയത്ത് ഞാൻ അവിടെ ഇല്ല. അവരെ അമ്മയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുന്ന് പുറത്തേക്ക് ഇവരെ നിലവിളിയൊക്കെ കേൾക്കാം. ആ കേൾക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇവരെ കാല് പിടിച്ച് പറയും പോലെ അശ്വതി പറയുന്നുണ്ട് സിസേറിയൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഡോക്ടറെ കാണണമെന്ന് പറയുന്നത് മാഡം ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ 2 ഡോക്ടർമാരാണ്. ഒന്ന് ഡ്യൂട്ടി ഡോക്ടറായിട്ടുള്ള ജാസ്മിൻ ഡോക്ടറാണ്, പക്ഷേ അതുവരെ അവളെ നോക്കിയിട്ടുള്ളതും കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചതും പ്രജിഷ ഡോക്ടറാണ്, പ്രൊഫസറായിട്ടുള്ള. അപ്പോൾ കുടുംബം സിസേറിയൻ വേണമെന്ന് പറഞ്ഞു. നല്ല വേദന വന്നു. 2 ദിവസമായിട്ടും സിസേറിയൻ ചെയ്തില്ല. സ്വാഭാവിക പ്രസവത്തിന് കാത്തിരുന്നു. അതിനുശേഷം എന്താ സംഭവിച്ചത്? പിന്നീട് വ്യാഴാഴ്ച പുലർച്ചയോടുകൂടി 3 മണി 4 മണി വരെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കുറഞ്ഞ സമയം കൊണ്ടാണ് പെട്ടെന്ന് ഡോക്ടർമാരൊക്കെ പുറത്തേക്ക് ഓടി വന്നിട്ട് ഇവർ 2-3 ആളുകളെ ആ സമയത്തുള്ളൂ, 2 അമ്മമാരും ഭർത്താവും. അവരോട് പറയുന്നത് കുട്ടി മരണപ്പെട്ടു, യൂട്രസ് പൊട്ടിയിട്ടാണ് മരണപ്പെട്ടത്, യൂട്രസ് റിമൂവ് ചെയ്യണം, എങ്കിലേ ഈ അശ്വതിയെങ്കിലും ജീവനോടെ കിട്ടുമെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് പെട്ടെന്ന് ഒപ്പിടിച്ചു. അവരെ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് ഭർത്താവ് പറഞ്ഞു. അപ്പോൾ ഇത് ഒപ്പിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒപ്പിടില്ല, അശ്വതിയുടെ ജീവന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് കൊണ്ടാണ് വിവേക് അശ്വതിയുടെ ഭർത്താവ് ഒപ്പിട്ട് കൊടുത്തത്. അതിനുശേഷം അവർ അതിൻ്റെ സിസേറിയൻ നടത്തി. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളടക്കം ഡോക്ടർമാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള മുഴുവൻ ആളും. അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അവർ പറഞ്ഞത് സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്, മണിക്കൂറുകളോളമുള്ള സർജറിയാണ്.
ഒരു സർജറി 4 മണിക്കൂറോളമുള്ള സർജറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡോക്ടർമാർ 10-12 ഡോക്ടർമാരുണ്ട് ആ സമയത്ത്. അവരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത് ഒരു പ്രശ്നമില്ല, അശ്വതിക്ക് ഒരു പ്രശ്നമില്ല, 24 hours നിരീക്ഷണം, ഒരു സർജറി കൂടി ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് അവരോട് പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾക്ക് അവരെങ്കിലും ജീവനോടെ വേണം എന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ഇവിടുന്ന് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ബ്ലീഡിങ് ഉണ്ട്, അതിൻ്റെ സർജറിയും കൂടെ ചെയ്യണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതും കഴിഞ്ഞ് വീണ്ടും വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ വീണ്ടും സംസാരിച്ചു. അപ്പോഴും പറയുന്നത് ഒരു പ്രശ്നമില്ല, 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കണം എന്നാണ്. അത് കഴിഞ്ഞ് രാത്രി ഒരു 10 മണിക്ക് ശേഷം ഞാൻ നേരിട്ട് പോയി അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന സമയത്ത് ആ ചെരിഞ്ഞ് ഇടത്തോട്ട് തല വെച്ച് കിടക്കുന്ന ഒരവസ്ഥയിൽ കൃത്രിമ ശ്വാസം കൊടുത്തിട്ടുള്ള ഒരു രീതിയിലാണ് അവരൊക്കെ ഞങ്ങളെ ഈ കാണിച്ചു തരുന്നത്. അതിൻ്റെ പൾസ് ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചു. ഇതൊരു പ്രൊസീജിയറാണ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരു 12 മണിക്ക് ശേഷം ഞങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് സെക്യൂരിറ്റി വന്നിട്ട് നിങ്ങളൊക്കെ പുറത്ത് പോകണം, ഇവിടുത്തെ മാഡം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവരെ കാണുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെയും കൂടെ കൂട്ടി അവരെ എടുത്ത് സംസാരിക്കേണ്ട മാഡം അവരുടെ ഉള്ളിൽ പോയി കണ്ടു. ഞങ്ങളൊക്കെ പുറത്തു പോയി. അതിനുശേഷം പിറ്റേന്ന് ഞങ്ങൾ അറിയുന്നത് വെള്ളിയാഴ്ച ഞങ്ങൾ രാവിലെ വന്ന സമയത്ത് മൈത്ര ഹോസ്പിറ്റലിലേക്ക് ഇവരെ എക്മോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റിന് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിന്നുള്ള വണ്ടിയും ആംബുലൻസും കാര്യങ്ങളും അവിടെ എത്തുകയാണ് ഉണ്ടായത്. അത് നേരത്തെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നേരത്തെ തന്നെ മൈത്രയ്ക്ക് ആ ഇൻഫർമേഷൻ കിട്ടും. അത് ഞങ്ങളറിയില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, അന്ന് തലേന്നും പറഞ്ഞിട്ടില്ല, രാവിലെയും പറഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 10 മണിയോടുകൂടി കുടുംബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അവർ അമ്മയൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് അമ്മേനോടൊക്കെ പറഞ്ഞത് 10 ലക്ഷം രൂപയോളം ഇതിന് ചിലവ് വരും, അപ്പോൾ ഈ ചിലവ് നിങ്ങൾ വഹിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കേട്ട സമയത്താണ് ഞങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ, സർവകക്ഷിയുടെ ആളുകളെല്ലാവരും കൂടെ പോയിട്ട് ഡോക്ടർമാരെല്ലാവരുമായിട്ട് സംസാരിച്ചു. ഈ കുടുംബത്തിന് അത്രയും താങ്ങാൻ പറ്റില്ല. ഒന്നാമത് 2 വളരെ പ്രായം കൂടിയ രോഗികളൊക്കെ ഉള്ളതാണ്. ഈ അശ്വതിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്? അപ്പോൾ മരണം ഇവിടുന്ന് വീണ്ടും ഈ സംസാരമൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോകുന്നത് ഏകദേശം 3 മണിയോടുകൂടി ആയിരിക്കണം. ആ സമയത്ത് കൊണ്ടുപോയി അവിടുന്ന് വന്ന ഡോക്ടർ ഈ അശ്വതിയുടെ അമ്മയുടെ അനിയത്തിയോട് പറയുന്നുണ്ട്, ഇത് അവിടെ എത്തുമെന്ന് അറിയില്ല, ജീവനോടെ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ അവരോട് പറഞ്ഞു. ആരോടല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷമാണ് ഒരു 15 മിനിറ്റൊക്കെ മൈത്രയിൽ നിന്നിട്ടുണ്ടാകും. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിനുശേഷമാണ് കാർഡിയാക് അറസ്റ്റ് വന്ന് മരണപ്പെട്ടു എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ്. ഇതിൽ ഇനിയിപ്പോൾ എന്താണ് അരുൺ നമ്മൾ ആവശ്യപ്പെടുന്നത്? ഈ മലബാർ മെഡിക്കൽ കോളേജിനെതിരെ അന്വേഷണം വേണം. ഈ വിഷയത്തിൽ പോലീസ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ടല്ലേ? അതെ, SI അത്തോളി SI ആയിരുന്നു അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. അവർ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് DYSP ആണ് ആ കേസ് അന്വേഷിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. തീർച്ചയായിട്ടും ഒരു 4-5 തവണ ആ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഡോക്ടർ അവിടെ കാണിക്കാൻ പോയ സമയത്ത് അഡ്മിറ്റ് ആക്കിയതും സിസേറിയൻ ചെയ്യാൻ വേണ്ടി തന്നെയായിരുന്നു. പൂർണ്ണ വളർച്ച എത്തിയ 1,600 2,600 തൂക്കമുള്ള കുട്ടിയാണ്. അപ്പോൾ 12 വർഷത്തിന് ശേഷമുള്ള പ്രസവമാണ്. എല്ലാം ഡോക്ടർക്ക് അറിയാം. അപ്പോൾ നിർബന്ധമായിട്ടും സിസേറിയൻ ചെയ്യേണ്ട കേസായിരുന്നു. അത് അശ്വതിക്കും അറിയായിരുന്നു, ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ 7ാമത്തെ ദിവസമാണ് ഇന്ന് റിലേ സമരം ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളടക്കം അതാണ് ശ്രദ്ധിച്ചതും. നമുക്കും അതിൻ്റെ ഫോളോ അപ്പ് സ്റ്റോറികൾ കൊടുക്കാം. ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെടാം. അന്വേഷണം എവിടെ വരെ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടി നമ്മളും അന്വേഷിക്കാം. താങ്ക് യു അരുൺ. എനിക്കറിയാം ഒരു സഹോദരിയെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം അരുണിനും കുടുംബത്തിനും ഉണ്ടാവും. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം നമ്മളും പങ്കുചേരുകയാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് സ്വാഭാവികമാണ് ചില സാഹചര്യങ്ങളിലെങ്കിലും. പക്ഷേ അത്തരം നെഗ്ലിജൻസിൻ്റെ ഉത്തരവാദികളായവർ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനി ഡോക്ടറുടെ വേർഷൻ നമുക്കറിയേണ്ടതുണ്ട്. പക്ഷേ ഡോക്ടർ മൊഴി കൊടുത്തിരിക്കുന്നത് പ്രകാരം സ്വാഭാവിക പ്രസവത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ വേരിയേഷനുകൾ ഉണ്ടാവുന്നതും കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതും പിന്നീട് അമ്മയെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും മലബാർ മെഡിക്കൽ കോളേജിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്.